എഴുതുന്ന പേപ്പറിലാണ് ബേസിക്കലി കോംബോ ഇരിക്കുന്നത്. അതാണ് ഓതർ സപ്പോർട്ട് എന്ന് നമ്മൾ പറയുന്നത്. അത് എനി ആക്ടർ ക്യാൻ ഡു ഇറ്റ്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു പരിധിവരെ ഈ പറയുന്ന ബിജേട്ടൻ, എൻ്റെ ജ്യേഷ്ഠനെ പോലും ഇവരുടെ കൂടെയൊക്കെ ഒരു ഓഫ് സ്ക്രീൻ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഒരു ഫാൻ ആണ് ഞാനിവിടെ വ്യക്തിപരമായിട്ട്. അവിടെ നടന്മാരുടെ മാത്രം. നിവിൻ്റെ കൂടെ ഒരു അൺഐഡൻറ്റിഫൈഡ് കെമിസ്ട്രി ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് എന്നെ പുള്ളി ചെയ്യുന്ന എന്തോ ഒരു എനർജി അദ്ദേഹത്തിലുണ്ട്. നിവിനായിട്ട് ഒരുമിച്ച് പഠിച്ചത് രാജഗിരിയിൽ. അന്ന് നിവിൻ എങ്ങനെയായിരുന്നു? സ്റ്റേജിൽ കയറിയ ഒരു നിവിനെ എനിക്ക് ഓർമ്മയില്ല. ഫുട്ബോളർ ആക്സിഡന്റലി പിന്നെ ഈ കോളേജ് ടൈം വന്ന ഒരു പാഷനായിരുന്ന സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. അതിൽ ചേട്ടൻ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ശരിക്കും ലൈഫിൽ എവിടെയെങ്കിലും കണ്ട് ഒബ്സർവ് ചെയ്ത ഒരാളാണോ? അത് വിഷ്ണുവിന്റെ ക്രിയേഷൻ. അത് ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാനാണ് ആ ക്യാരക്ടർ. ആ ഷെയ്ഡ്സ് പലതും എന്നിലും ഉണ്ട്. കുറച്ചൊരു ബൂമറാണല്ലോ. അതെ, എനിക്ക് ആ ഷെയ്ഡ്സ് അസിസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ച സമയത്ത് നോ പറഞ്ഞു തുടങ്ങി. വിനീതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നവംബർ തൊട്ട് ഞാൻ ഇതേപോലെ സിനിമകൾ എടുക്കുന്നില്ല, അപ്പോൾ ഒരിക്കലും അത് ചെയ്യില്ലേ, നീ ജോലി എൻജോയ് ചെയ്യില്ല. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ കംഫർട്ട് സോണിലാണ്. ഇപ്പം നീ ആസ് എൻ ആക്ടർ നീ ഭയങ്കര ഒരു കംഫർട്ട് സോണിലാണ്. ഒരിക്കലും ഈ ജോലിയിലോട്ട് എന്ന് പറഞ്ഞാൽ അത് ഡീ പ്രൊമോഷനാണ്, ഫിസിക്കൽ വർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ പോയി ബില്ലിംഗ് ആയിരുന്നു മനസ്സുകൊണ്ട്. തേർഡ് ഡേ ഒക്കെ ആയപ്പോൾ ഞാൻ മനസ്സിലാക്കി ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും കൊണ്ടല്ല. ദുബായിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രൗഡ് കൺട്രോളായി. എനിക്ക് കൺട്രോൾ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തണമെങ്കിൽ ഒരു സെൽഫി അവിടെ നിന്ന് വരും. അപ്പോൾ വിനീത് അവിടെ നോക്കുമ്പോഴത്തേക്കും ഞാൻ സെൽഫി എടുത്തു.